ദില്ലി നിയമസഭ പിരിച്ചുവിടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതി ഭവന് കൈമാറി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭയുടെ പ്രത്യേക യോഗം അല്പസമയത്തിനകം ചേരും. ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് BJP, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. സർക്കാർ രൂപീകരണത്തിനില്ലെന്ന് ഈ മൂന്ന് പാർട്ടികളും വ്യക്തമാക്കിയതോടെ നിയമസഭ പിരിച്ചുവിടുന്നതാകും ഉചിതമെന്ന നിലപാടിൽ ലഫ്റ്റനന്റ് ഗവർണർ എത്തിച്ചേർന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും രാഷ്ട്രപതി ഭവനും പ്രത്യേക റിപ്പോർട്ടും നൽകി. ലഫ്റ്റനന്റ് ഗവർണറുടെ ഈ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ ദില്ലി നിയമസഭ പിരിച്ചുവിടാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയാലുടൻ തന്നെ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി ഭവൻ പുറപ്പെടുവിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ദില്ലിയിൽ നടത്താനിരുന്ന 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കും. നിയമസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം ഔദ്യോഗികമായാലുടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ തീരുമാനിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പായതോടെ BJPയും ആം ആദ്മി പാർട്ടിയും ഇന്ന് നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരിക്കുമെന്ന് പാർട്ടി നേതാവ് മനീഷ് സിസോഡിയ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.